2026 ആ മെയ് മാസത്തിലെ ഉച്ചവെയിലിൽ കേരളമാകെ SSLC ഫലത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ദൃശ്യ തൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് അച്ഛൻ്റെ ഫോണും കയ്യിൽ പിടിച്ചിരുന്നു. അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇത് വെറുമൊരു പരീക്ഷാഫലമല്ല, നന്ദൻ്റെ മുന്നിലേക്കുള്ള അവളുടെ ആദ്യത്തെ പാസ്പോർട്ടാണ്. വെബ്സൈറ്റ് ഹാങ് ആകുന്നു. പേജുകൾ ലോഡ് ചെയ്യാൻ സമയമെടുക്കുന്നു. ഓരോ സെക്കൻഡിലും അവളുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു. ഒടുവിൽ സ്ക്രീനിൽ ആ റിസൾട്ട് തെളിഞ്ഞു. ഫുൾ A+ ഓൾ സബ്ജക്ട്സ്. ഒരു നിമിഷം ദൃശ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് നിലവിളിക്കണമെന്നുണ്ടായിരുന്നു. ഓടിച്ചെന്ന് നന്ദൻ ഒരു മെയിൽ അയക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അയാളുടെ ആ അവസാനത്തെ വരികൾ അവൾ ഓർത്തു. ഇനിയൊരു മറുപടി ഉണ്ടാവില്ല. നിന്റെ പ്രണയം സത്യമാണെങ്കിൽ ഒരു പത്രപ്രവർത്തകയായി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. അവൾ ഫോൺ നെഞ്ചോട് ചേർത്തു പിടിച്ചു. ഞാൻ ആദ്യത്തെ പടി കയറിക്കഴിഞ്ഞു സാർ, അവൾ മന്ത്രിച്ചു. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള സമയമായി. നാട്ടിലെ സ്കൂളിൽ തന്നെ +2 പഠിക്കണമെന്നായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം. പക്ഷേ ദൃശ്യയുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അവൾക്ക് ജേർണലിസം പശ്ചാത്തലമുള്ള നഗരത്തിലെ വലിയൊരു സ്കൂളിൽ ചേരണമെന്നായിരുന്നു. അവിടെ നിന്നെ തൻ്റെ സ്വപ്നങ്ങളിലേക്ക് വഴി തുറക്കൂ എന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ വാശി പിടിച്ചു. നല്ല മാർക്കുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും സയൻസ് എടുക്കാൻ പറഞ്ഞെങ്കിലും അവൾ നിർബന്ധപൂർവം ഹ്യൂമാനിറ്റീസ് തന്നെ എടുത്തു. ഒടുവിൽ മകളുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ടൗണിലെ സ്കൂളിലേക്ക് മാറാൻ തയ്യാറെടുക്കുമ്പോൾ തൻ്റെ പഴയ നീല യൂണിഫോം ഷർട്ട് അവൾ അലമാരയിൽ ഭദ്രമാക്കി മടക്കി വെച്ചു. അതിൽ ഇപ്പോഴും ആ വാർഷികാഘോഷത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് അവൾക്ക് തോന്നി. സ്കൂളിലെ അവസാന ദിവസം അഞ്ജലിയും മീരയും അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നീ പോയാൽ ഞങ്ങൾക്കാരുണ്ട് ദൃശ്യേ? നന്ദൻ സാറിനോട് തോന്നിയ ഒരു തമാശയ്ക്ക് വേണ്ടി നീ ഇത്രയും ദൂരെയൊക്കെ പോകണോ? മീര ചോദിച്ചു. ദൃശ്യ അവരുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ഇത് വെറുമൊരു യാത്രയല്ല മീരെ. എൻ്റെ പ്രണയം സത്യമാണെന്ന് എനിക്കയാളെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്ക് കാണണ്ടേ, കുറച്ച് വർഷങ്ങൾക്കിപ്പുറം TV സ്ക്രീനിൽ അയാളോടൊപ്പം ഞാനും വാർത്ത വായിക്കുന്നത്? ആ 15 വയസ്സുകാരിയുടെ നിശ്ചയദാർഢ്യം എല്ലാവരെയും ഞെട്ടിപ്പിച്ചു. പുതിയ നഗരം, പുതിയ വേഷനഗരത്തിലെ പുതിയ സ്കൂൾ. 10ാം ക്ലാസ്സിലെ ആ നീല യൂണിഫോം മാറി ഇപ്പോൾ അവൾക്ക് പുതിയ നിറത്തിലുള്ള വേഷമാണ്. പക്ഷേ അവളുടെ ഉള്ളിലെ ലക്ഷ്യത്തിന് മാത്രം മാറ്റമില്ല. ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലെ ആദ്യത്തെ ദിവസം അധ്യാപകൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ വിഷയം തിരഞ്ഞെടുത്തത്? ഓരോരുത്തരും ഓരോ കാരണങ്ങൾ പറഞ്ഞു. ദൃശ്യയുടെ ഊഴം വന്നപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്നു. അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. എനിക്ക് ലോകത്തോട് സംസാരിക്കണം. എനിക്ക് വാർത്തകളുടെ ഭാഗമാകണം. എല്ലാത്തിലുമുപരി ഒരാൾക്ക് നൽകിയ വാക്ക് എനിക്ക് പാലിക്കണം. ക്ലാസ്സിലെ കുട്ടികൾ അത്ഭുതത്തോടെ അവളെ നോക്കി. ദൃശ്യ ജനാലയിലൂടെ പുറത്തെ തിരക്കുള്ള റോഡിലേക്ക് നോക്കി. എവിടെയോ ഒരു കാറിൽ നന്ദൻ പോകുന്നുണ്ടാകുമെന്ന് അവൾ സങ്കൽപ്പിച്ചു. അന്ന് രാത്രി ഹോസ്റ്റൽ മുറിയിലെ ചെറിയ മേശപ്പുറത്തിരുന്ന് അവൾ തൻ്റെ പുതിയ ഡയറിയിൽ എഴുതി, നന്ദൻ സാർ, 2026 ജൂൺ മാസമാണിന്ന്. എൻ്റെ യൂണിഫോം മാറി, എൻ്റെ നഗരം മാറി, പക്ഷേ എൻ്റെ പ്രണയം മാത്രം മാറിയില്ല. ഓരോ ദിവസവും ഞാൻ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലം കരുതി വെച്ച ആ മറുപടിക്കായി ഞാൻ എൻ്റെ കൗമാരത്തെ അക്ഷരങ്ങൾ കൊണ്ട് നെയ്തെടുക്കുകയാണ്. +2 പഠനത്തിനിടയിലെ ആ 2 വർഷങ്ങൾ ദൃശ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തപസ്സായിരുന്നു. നന്ദൻ നൽകിയ ആ കടുത്ത നിശബ്ദതയെ അവൾ തൻ്റെ പ്രണയം കൊണ്ട് നേരിട്ടു. അയാൾ പറഞ്ഞതുപോലെ മറുപടി അയക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. തൻ്റെ ഉള്ളിലെ വികാരങ്ങൾ അക്ഷരങ്ങളായി പ്രവഹിച്ചുകൊണ്ടിരുന്നു. 2026 ആഗസ്റ്റ് 14 നന്ദൻ്റെ 29ാമത്തെ പിറന്നാൾ. പുറത്ത് കർക്കിടക മഴ തകർത്തു പെയ്യുന്നു. ഹോസ്റ്റൽ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ദൃശ്യ തൻ്റെ ലാപ്ടോപ്പിന് മുന്നിലിരുന്നു. നന്ദൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ
ആശംസകളുടെ പ്രവാഹമാണ്. പ്രമുഖ രാഷ്ട്രീയക്കാരും സഹപ്രവർത്തകരും ആരാധകരും അയാൾക്ക് ആശംസകൾ നേരുന്നു. അവൾ പതുക്കെ മെയിൽ ബോക്സ് തുറന്നു. പ്രിയപ്പെട്ട നന്ദൻ സാർ, ഇന്ന് സാറിൻ്റെ പിറന്നാളാണെന്ന് എനിക്കറിയാം. സാറിന് ചുറ്റും ഒരുപാട് പേരുണ്ടാക്കും, ഒരുപാട് സമ്മാനങ്ങളും. പക്ഷേ ഇവിടെ ഈ ഹോസ്റ്റൽ മുറിയിൽ ഇരുന്ന് സാറിനെ മാത്രം സ്വപ്നം കാണുന്ന ഒരു പെൺകുട്ടിയുണ്ട്. എൻ്റെ പ്രണയമാണ് സാറിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. സാർ മറുപടി തരില്ലെന്ന് അറിയാം, എങ്കിലും ഹാപ്പി ബർത്ത്ഡേ എന്ന് പ്രിയപ്പെട്ടവൾ. മെയിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് വെറുതെ അവൾ റിപ്ലൈക്ക് വേണ്ടി കാത്തിരുന്നു. കിട്ടില്ലെന്ന് അറിയാം, എങ്കിലും വെറുതെ ഒരു പ്രതീക്ഷ. കൊച്ചിയിലെ ആധുനികമായ ഓഫീസിലിരുന്ന് നന്ദൻ ആ മെയിൽ കണ്ടു. അയാൾ അത് തുറന്നു വായിച്ചു. ഓരോ വാക്കിനും പിന്നിലെ ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ വാശി അയാളെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അയാൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയ വിരലുകളെ ബലമായി പിൻവലിച്ചു. മറുപടി നൽകിയാൽ അവളുടെ ലക്ഷ്യം തകരുമെന്ന് അയാൾ ഭയപ്പെട്ടു. എങ്കിലും ഉള്ളിനുള്ളിൽ എന്തോ ഒരു സന്തോഷം. ഇന്നത്തെ ദിവസം അവൾ മറന്നില്ലല്ലോ, ഓർമ്മിച്ചു മറുപടി നൽകിയല്ലോ. ഇത്രയും ആളുകൾ തനിക്ക് ആശംസകൾ നൽകിയിട്ടും എന്തോ ഒരു മിസ്സിംഗ് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഈ മെയിൽ വന്നപ്പോൾ അത് മാറിയിരിക്കുന്നു. അവളുടെ സ്നേഹത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് ഈ മെയിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് നന്ദൻ ഓർത്തു. ഓടിച്ചെന്ന് അയാളുടെ മുന്നിൽ നിൽക്കണമെന്ന് തോന്നി. പക്ഷേ അവൾ സ്വയം അടക്കി. ഇപ്പോൾ വേണ്ട, ഞാനൊരു പത്രപ്രവർത്തകയായിട്ട് തന്നെ വരും, അവൾ മന്ത്രിച്ചു. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് തിരക്കിട്ട് പുറത്തേക്ക് നടക്കുകയായിരുന്നു നന്ദൻ. ചാനൽ മൈക്കുകളും ക്യാമറകളും അയാൾക്ക് ചുറ്റും ഒരു വലിയ വലയം തീർത്തിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലൂടെ നന്ദൻ തൻ്റെ കാറിനടുത്തേക്ക് നീങ്ങുമ്പോഴാണ് അറിയാതെ ഒരാൾ അയാളുടെ തോളിൽ തട്ടിയത്. ദൃശ്യയായിരുന്നു അത്. ആവേശവും പരിഭ്രമവും കൊണ്ട് അവളുടെ ശ്വാസം നിലച്ചു പോയിരുന്നു. കയ്യിലുണ്ടായിരുന്ന നോട്ട്ബുക്ക് നിലത്ത് വീണു. ഓ സോറി. നന്ദൻ പെട്ടെന്ന് നിന്നു. അയാൾ കുനിഞ്ഞ് ആ നോട്ട്ബുക്ക് എടുത്തു കൊടുത്തു. ദൃശ്യയുടെ വിരലുകൾ അയാളുടെ കൈകളിൽ തൊട്ടു. ആ സ്പർശനത്തിൽ അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. സൂക്ഷിക്കണ്ടേ കുട്ടി, ഈ തിരക്കിൽ ഇങ്ങനെ നിൽക്കരുത്, നന്ദൻ ശാന്തമായി പറഞ്ഞു. അയാളുടെ കണ്ണുകൾ ദൃശ്യയുടെ മുഖത്ത് ഒരു നിമിഷം തങ്ങി നിന്നു. പക്ഷേ ആ നോട്ടത്തിൽ തിരിച്ചറിവിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. പണ്ട് ആ സ്കൂൾ മുറ്റത്ത് വെച്ച് കണ്ട ആ 10ാം ക്ലാസ്സുകാരിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അയാൾക്ക് തോന്നിയില്ല. സാർ, ഞാൻ ദൃശ്യയുടെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. ജേർണലിസം സ്റ്റുഡൻ്റ് ആണോ? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാ? നന്ദൻ ചോദിച്ചു. പ്രൊഫഷണലായ ഒരു ചോദ്യം. താൻ ഇത്രയും കാലം അയച്ച മെയിലുകളിലെ പ്രിയപ്പെട്ടവൾ താനാണെന്ന് അയാൾക്ക് മനസ്സിലായില്ലേ എന്ന ചിന്ത അവളെ തളർത്തി. അതെ സാർ, ഞാൻ പഠിക്കുകയാണ്, അവൾ കഷ്ടപ്പെട്ടു പറഞ്ഞു. നന്നായി വരട്ടെ, നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം. നന്ദൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് തൻ്റെ കാറിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ദൃശ്യ അവിടെ തന്നെ തറഞ്ഞു നിന്നു. അയാൾ അവളെ കണ്ടു, അവളോട് സംസാരിച്ചു. പക്ഷേ അയാൾ അവളെ അറിഞ്ഞില്ല. അവൾ തൻ്റെ നോട്ട്ബുക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അയാളുടെ വിരലുകൾ ആ ബുക്കിൽ തൊട്ട ആ നിമിഷം അവളുടെ ഉള്ളിൽ ഒരു അനുഭൂതിയായി പടർന്നു. സാർ, നിങ്ങൾ എന്നെ മനസ്സിലാക്കാത്തത് നല്ലതാണ്, അവൾ പുഞ്ചിരിച്ചു. കാരണം ഞാനൊരു സാധാരണ വിദ്യാർത്ഥിനിയായിട്ടല്ല നിങ്ങളുടെ മുന്നിൽ വരേണ്ടത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പത്രപ്രവർത്തകയായിട്ട് തന്നെ വരണം. അന്നേ നമ്മുടെ പ്രണയത്തിന് അർത്ഥം വരും. അയാൾ സംസാരിച്ച ആ ശബ്ദത്തിലെ ഗാംഭീര്യം, കണ്ണട ശരിയാക്കുന്ന രീതി, ഓരോ വാക്കും തിരഞ്ഞെടുക്കുന്ന ലാഘവം എല്ലാം അവളെ വീണ്ടും വീണ്ടും മോഹിപ്പിച്ചു. പ്രസ് കോൺഫറൻസിൽ അയാൾ ഉന്നയിച്ച ചോദ്യങ്ങളുടെ മൂർച്ചയെക്കുറിച്ച് അവൾ ഓർത്തു. സത്യസന്ധനായ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അയാളോടുള്ള ആ ബഹുമാനം ഒരു വലിയ പ്രണയമായി അവളുടെ ഉള്ളിൽ വളരുകയായിരുന്നു. അന്ന് രാത്രി അവൾ തൻ്റെ പതിവ് മെയിൽ അയച്ചു.
ടു നന്ദൻ journalist@gmail.com. സബ്ജക്റ്റ്: ഇന്ന് സാറിനെ ദൂരെ നിന്ന് കണ്ടു. പ്രിയപ്പെട്ട നന്ദൻ സാർ, ഇന്ന് ആ പ്രസ് കോൺഫറൻസിൽ ഞാൻ സാറിനെ കണ്ടു. സാർ എന്നെ കണ്ടില്ല. സാറിൻ്റെ ആ ശബ്ദം നേരിട്ട് കേട്ടപ്പോൾ പഴയ സ്കൂൾ മുറ്റത്തെ ആ പ്രസംഗമാണ് ഓർമ്മ വന്നത്. സാർ ഇപ്പോഴും ആ പഴയതുപോലെ തന്നെ, ഒട്ടും മാറിയിട്ടില്ല. എൻ്റെ പഠനം തുടങ്ങിക്കഴിഞ്ഞു. സാർ തന്ന ആ വെല്ലുവിളി ഞാൻ മറന്നിട്ടില്ല. എന്നെ കാണാൻ സാർ ആ പച്ച ഷർട്ടിട്ട് വരുന്ന ആ നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. സാർ എനിക്ക് മറുപടി തരില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഈ മെയിലുകൾ സാർ വായിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ആ വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. സ്നേഹപൂർവ്വം, പ്രിയപ്പെട്ടവൾ. മാസങ്ങൾ കടന്നുപോയി. നന്ദൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വാർത്തകൾ വന്ന ദിവസങ്ങളിലൊക്കെ ദൃശ്യയുടെ മെയിലുകൾ അയാളെ തേടിയെത്തി. ഒരിക്കൽ നന്ദൻ ഒരു വലിയ അഴിമതി പുറത്തു കൊണ്ടുവന്നതിൻ്റെ പേരിൽ ചാനലിൽ വലിയ ചർച്ചകൾ നടന്നു. പിറ്റേന്ന് രാവിലെ ദൃശ്യയുടെ മെയിലെത്തി. സാർ, ഇന്ന് ചാനലിൽ സംസാരിക്കുന്നത് കണ്ടു. ആ വെള്ള ഷർട്ടിലും സാർ സുമുഖനായിരുന്നു. പക്ഷേ അന്നത്തെ ആ പച്ച ഷർട്ടിനോളം വരില്ല മറ്റൊന്നും. സാറിൻ്റെ ധൈര്യത്തിന് മുന്നിൽ ഞാൻ തോറ്റുപോകുന്നു. നിങ്ങളെ പ്രണയിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. മറ്റൊരിക്കൽ റിപ്പോർട്ടിങ്ങിനിടയിൽ നന്ദന് ചെറിയൊരു അപകടം പറ്റിയ വാർത്ത കേട്ടപ്പോൾ അവൾ പരിഭ്രമിച്ചുപോയി. അന്ന് അവൾ അയച്ച മെയിൽ കണ്ണുനീരിൽ കുതിർന്നതായിരുന്നു. സാർ, പ്ലീസ് ശ്രദ്ധിക്കണം. സാറിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാണ് ഈ പരീക്ഷകൾ എഴുതുന്നത്? എനിക്ക് വേണ്ടി സാർ സുരക്ഷിതനായിരിക്കണം. നന്ദൻ ആ മെയിലുകൾ ഒന്നും ഡിലീറ്റ് ചെയ്തില്ല. ഓരോന്നായി അയാൾ ഇമ്പോർട്ടൻ്റ് എന്ന ഫോൾഡറിലേക്ക് മാറ്റിവെച്ചു. രാത്രി വൈകി തനിച്ച് ഓഫീസിലിരിക്കുമ്പോൾ അയാൾ ആ മെയിലുകൾ വീണ്ടും വായിക്കും. ദൃശ്യ വളരുകയാണ്. അവളുടെ ഭാഷയിലെ പക്വതയും വാക്കുകളിലെ ആഴവും അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ അയക്കുന്ന ഓരോ വരിയും അയാളുടെ ഏകാന്തതയിൽ ഒരു ചെറിയ വിളക്കായി തെളിഞ്ഞു നിന്നു. പക്ഷേ അയാൾ ഒരു അക്ഷരം പോലും തിരിച്ചു നൽകിയില്ല. പരീക്ഷാക്കാലത്ത് അവൾ അയച്ച മെയിലിന് പോലും അയാൾ മൗനം പാലിച്ചു. നാളെ എൻ്റെ +2 പ്രാക്ടിക്കൽ തുടങ്ങുകയാണ്. സാറിൻ്റെ ഒരു വിഷ് കിട്ടിയിരുന്നെങ്കിൽ. നന്ദൻ ആ മെയിൽ നോക്കി ഒരു നിമിഷം ആലോചിച്ചു. ഫോൺ എടുത്ത് ടൈപ്പ് ചെയ്യാൻ ആഞ്ഞു. പിന്നെ വേണ്ടെന്ന് വെച്ചു. അവൾ സ്വയം വളരട്ടെ. അവളുടെ ഉള്ളിലെ പ്രണയം അവൾക്ക് കരുത്താകട്ടെ. ദൃശ്യ തൻ്റെ ഹോസ്റ്റൽ മുറിയിൽ ഫോൺ അരികിൽ വെച്ച് പുലർച്ചെ വരെ കാത്തിരുന്നു. ഒരു ചെറിയ നോട്ടിഫിക്കേഷനെങ്കിലും വരുമെന്ന് അവൾ കരുതി. പക്ഷെ നിശബ്ദത മാത്രമായിരുന്നു ഫലം. അവളുടെ നീല യൂണിഫോം ഇപ്പോൾ ഓർമ്മകളുടെ പെട്ടിയിലാണ്. പുതിയ ചുരിദാറിലെ കടും നിറങ്ങൾക്കിടയിലും അവൾ തിരഞ്ഞത് നന്ദൻ്റെ ആ പച്ച ഷർട്ടിൻ്റെ തിളക്കമായിരുന്നു. സാർ എന്നെ മറന്നു കാണുമോ? അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം ചോദിച്ചു. പക്ഷേ അവളുടെ ഹൃദയം പറഞ്ഞു, ഇല്ല, അയാൾ കാത്തിരിക്കുകയാണ്. അന്ന് ആ പച്ച ഷർട്ടിട്ട് വരാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. കാലം കരുതി വെച്ച ആ മറുപടിക്കായി അവൾ തൻ്റെ കാത്തിരിപ്പ് ഒന്നുകൂടെ തീവ്രമാക്കി. +2 പരീക്ഷാഫലം വരുന്നതോടെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു വലിയ ചുവടുകൂടി വെക്കാൻ അവൾ തീരുമാനിച്ചു. നന്ദൻ്റെ നിശബ്ദത ദൃശ്യയെ തളർത്തുകയല്ല, മറിച്ച് കൂടുതൽ കരുത്താകുകയായിരുന്നു. ഓരോ മറുപടിയില്ലാത്ത മെയിലിനും പിന്നിൽ അയാളുടെ വലിയൊരു പ്രതീക്ഷയുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതോടെ അവൾ തൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങി. കൊച്ചി. നന്ദൻ ശ്വസിക്കുന്ന അതേ വായു ശ്വസിക്കാനും അയാൾ ചുവടുവെക്കുന്ന അതേ നഗരത്തിൽ തൻ്റെ സ്വപ്നങ്ങൾ നെയ്യാനും അവൾ കൊതിച്ചു. കൊച്ചിയിലെ ഓരോ തെരുവിലും അവൾ നന്ദനെ തിരഞ്ഞു. ചാനൽ ഓഫീസിന് മുന്നിലൂടെ ബസ്സിൽ പോകുമ്പോൾ അവൾ ആ കെട്ടിടത്തിലേക്ക് നോക്കി നിൽക്കും. ഇവിടെ എവിടെയോ സാറുണ്ടല്ലോ എന്ന ചിന്ത അവൾക്ക് വല്ലാത്തൊരു കുളിരേകി. ഒരിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾക്കായി ഒരു പ്രസ് കോൺഫറൻസ് കാണാൻ അവസരം ലഭിച്ചു. അവിടെ വെച്ച് അവൾ നന്ദനെ ദൂരെ നിന്ന് കണ്ടു. തിരക്കുള്ള പത്രപ്രവർത്തകർക്കിടയിൽ കറുത്ത ഷർട്ടും ജീൻസും ധരിച്ച്
ഗൗരവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന നന്ദൻ. ദൃശ്യ ഒരു തൂണിനു പിന്നിൽ ഒളിഞ്ഞു നിന്ന് അയാളെ തന്നെ നോക്കി. അവളുടെ ഹൃദയം പടപടാ ഇടിച്ചു. തിരക്കേറിയ ആ പ്രസ് ക്ലബ് ഹാളിൽ ക്യാമറ ലൈറ്റുകളുടെ വെള്ളി വെളിച്ചം നന്ദൻ്റെ മുഖത്ത് തട്ടി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ദൃശ്യ ഒരു തൂണിന് പിന്നിൽ മറഞ്ഞു നിന്ന് ആ കാഴ്ചയിലേക്ക് കണ്ണുകൾ നട്ടു. പ്രസംഗപീഠത്തിന് പിന്നിൽ മൈക്കിന് മുന്നിലിരിക്കുന്ന നന്ദൻ ഒരു ഗാംഭീര്യമുള്ള ശില്പം പോലെ അവൾക്ക് തോന്നി. അന്ന് അയാൾ ധരിച്ചിരുന്നത് കടും കറുത്ത നിറത്തിലുള്ള ഒരു ഫോർമൽ ഷർട്ടായിരുന്നു. കൈമുട്ട് വരെ കൃത്യമായി മടക്കി വെച്ച കൈകളിൽ ഒരു പത്രപ്രവർത്തകന്റെ പോരാട്ട വീര്യം തെളിഞ്ഞു നിന്നു. നെറ്റിയിൽ വീണ് കിടക്കുന്ന ഒന്നോ രണ്ടോ മുടിയിഴകൾ ഇടയ്ക്കയാൾ കൈവിരലുകൾ കൊണ്ട് പിന്നിലേക്ക് ഒതുക്കുന്നുണ്ട്. ആ ചലനം പോലും ഒരു കവിത പോലെ മനോഹരമാണെന്ന് ദൃശ്യയുടെ ഉള്ളം മന്ത്രിച്ചു. അയാൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ ഹാളിലെ ബഹളങ്ങൾ അടങ്ങി. ഗൗരവമേറിയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അയാളുടെ ശബ്ദത്തിലെ ആ താളം ദൃശ്യയെ വല്ലാതെ മോഹിപ്പിച്ചു. ഓരോ ചോദ്യത്തിനും മറുപടി നൽകുമ്പോൾ നന്ദൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ കറുത്ത ഫ്രെയിമുള്ള കണ്ണട മൂക്കിൻ തുമ്പിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ വിരലുകൾ കൊണ്ട് അത് തിരികെ വെക്കുന്ന ആ രീതി, പണ്ട് സ്കൂൾ മുറ്റത്ത് വെച്ച് കണ്ട അതേ ആ നിഷ്കളങ്കമായ ഗാംഭീര്യം. അയാളുടെ താടി അല്പം കൂടെ പക്വതയാർന്നിരിക്കുന്നു. ചിന്തിക്കുമ്പോൾ നെറ്റിയിൽ വീഴുന്ന ആ ചെറിയ ചുളിവുകളും ഗൗരവമുള്ള മറുപടികൾക്കിടയിൽ വിരയുന്ന ആ നേർത്ത ചിരിയും ദൃശ്യയുടെ ഹൃദയമിടിപ്പ് കൂട്ടി. ഒരു പത്രപ്രവർത്തകന്റെ മൂർച്ചയുള്ള വാക്കുകൾക്കപ്പുറം അയാൾക്കുള്ളിലെ ആ സുമുഖനായ പുരുഷനെ അവൾ ആരാധനയോടെ നോക്കി നിന്നു. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് നന്ദൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ തൻ്റെ നേർക്ക് ആ നോട്ടം എത്തുമോ എന്ന് ദൃശ്യ ഭയന്നു. എങ്കിലും ആ സൗന്ദര്യം ഒരു നിമിഷം പോലും കണ്ണെടുക്കാതെ ആസ്വദിക്കാൻ അവൾ കൊതിച്ചു. ഷർട്ടിലെ ബട്ടണുകൾക്കിടയിലൂടെ അയാളുടെ ശ്വാസോച്ഛ്വാസം താളത്തിൽ ചലിക്കുന്നത് പോലെ ദൂരെ എവിടെയോ നിന്ന് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യനെയാണല്ലോ ഞാൻ ഇത്രയും കാലം പ്രണയിച്ചത്, അവൾ സ്വയം അഭിമാനത്തോടെ ചിന്തിച്ചു. നന്ദൻ്റെ ആ രൂപം തൻ്റെ ഡയറിയുടെ താളുകളിൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ അവൾ വെമ്പുകയായിരുന്നു. 2026 ആ പ്രസ് കോൺഫറൻസ് ഹാള് അവൾക്ക് മറ്റൊരു പ്രണയകാവ്യത്തിൻ്റെ വേദിയായി മാറി.